നമ്മളെക്കാൾ വലിയൊരു ശക്തി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏതായാലും നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇത് തീർക്കുകയാണ് വിഷയം. കാരണം രാജേഷ് ഭായിക്ക് ആശംസകൾ അറിയിക്കാനുള്ള കുറെ ആളുകൾ ഉണ്ട്. അവർക്കുള്ളൊരു അവസരം ഇതിന് ശേഷം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കാൻ ആൾക്കാരിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും പറയണം, അല്ലാതെ. ഓക്കെ. ഏതായാലും ഇതൊരു സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് ആത്മീയ രോഗം എന്നുള്ളത്. ഞാന് എയിൽ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഗതിയെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. വളരെ അങ്കലാപ്പുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒട്ടും മനസ്സിലാകാത്ത ഒരു സാധനം, ആത്മീയ രോഗം. ശാരീരികമായിട്ടുള്ള രോഗങ്ങളെ കുറിച്ച് അറിയാം, മാനസികമായിട്ടുള്ള രോഗങ്ങളെ കുറിച്ചും അറിയാം. എന്നാൽ ഏലെ ആൽക്കഹോളിസം എന്ന് പറയുന്ന ഈ രോഗത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇതൊരു ആത്മീയ രോഗവും കൂടിയാണ് എന്നാണ്. 3 തരത്തിലാണ് ഇത് നമ്മെ ബാധിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ശാരീരികമായിട്ടുള്ള ഒരു അലർജി, രണ്ടാമത്തേത് മാനസികമായിട്ടുള്ള ഒരു വിധേയത്വം, മൂന്നാമത്തേത് ആത്മീയമായിട്ടുള്ള ഒരു പാപ്പരത്വം. അപ്പൊ ആത്മീയമായിട്ടുള്ള ഒരു പാപ്പരത്തെയാണ് ആത്മീയ രോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സോൾ സിക്നെസ്. അപ്പൊ ശാരീരികമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. നമ്മൾ മദ്യപിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ മദ്യം കിട്ടുന്നതിന് മുമ്പോ നമ്മുടെ ശരീരം പ്രകടിപ്പിക്കുന്ന ചില പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, അത് പല രീതിയിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, നമുക്കത് മനസ്സിലായിട്ടുണ്ട്. മറ്റൊന്നുള്ളത് മാനസികമായിട്ടുള്ളൊരു വിധേയത്വമാണ്. ഈ മാനസികമായിട്ടുള്ളൊരു വിധേയത്തെ കുറിച്ചും നമ്മൾ എയിൽ വന്നപ്പോഴാണ് കൂടുതൽ മനസ്സിലാക്കിയത്. അതിനു മുമ്പൊക്കെ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ചിലപ്പം അതിലേക്കൊന്ന് ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവുകയായിരുന്നു. മാനസികമായിട്ടുള്ളൊരു വിധേയത്വം, ശരി ഇന്ന് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇന്ന് കഴിക്കുന്നില്ല എന്ന് നമ്മൾ എത്ര ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാലും നമുക്ക് അതിനോടൊരു വിധേയത്വം അങ്ങ് തോന്നി തുടങ്ങും. വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നമ്മുടെ മനസ്സ് നമ്മളെ എത്തിക്കും. അപ്പൊ അത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ പിന്നീട് അത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ ഇന്ന് വേണ്ടാന്ന് വെച്ചതാ ഞാൻ, പക്ഷെ ആ സമയമായപ്പോഴേക്കിന് അതങ്ങ് നമ്മളെ അങ്ങ് എത്തിച്ച്, അല്ലെങ്കിൽ ഞാൻ പോലും അറിയാണ്ട് ആ ഒരു ഗ്ലാസ് എടുക്കേണ്ടി വന്ന് വേണ്ടാന്ന് കരുതിയതാണ്. അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ സത്യം ചെയ്തു കഴിഞ്ഞിട്ടും നമുക്കത് വേണ്ടുന്ന ആവശ്യമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതും നമുക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് എയിലെത്തുന്നതിന് മുമ്പും, അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതലായിട്ടും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഈ ആത്മീയ പാപ്പരത്വം, ആത്മീയ രോഗാവസ്ഥയും കൂടിയാണ് ആൽക്കഹോളിസം എന്നുള്ളത് എനിക്കൊന്നും തീരെ എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്കത് മനസ്സിലായത്. അതിൻ്റെ ഒരു കാരണം അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ശ്രദ്ധ കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണം, ഈ ആത്മീയത എന്നൊക്കെ പറഞ്ഞാല് വേറെന്തോ സംഗതിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. മതപരമായിട്ടുള്ളത്, ദൈവവുമായിട്ട് അത്ര അടുത്ത് നിൽക്കുന്നത്. അത്ര വലിയ പുണ്യവാളനൊന്നും ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഞാൻ എന്നോട് തന്നെയും മറ്റുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര വലിയ പുണ്യവാളനൊന്നും ആകട്ടെ, ആത്മീയതയിലേക്കൊന്നും കടന്നു ചെന്നിട്ട്. എനിക്കിപ്പം ആവശ്യം കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് നടന്നു കിട്ടിയാൽ മതി, വേറൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇങ്ങനെയാണ് ഞാൻ അന്നൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആത്മീയ രോഗമാണ് എന്ന് എയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിലേക്കൊരു ശ്രദ്ധ കൊടുക്കുകയോ ആ രോഗാവസ്ഥയെ ഒന്ന് ശരിപ്പെടുത്തിയെടുത്ത് ഒന്ന് ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് ജീവിക്കാനുള്ള ശ്രമമോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അത് മാത്രമല്ല, ഈ ആത്മീയ രോഗം
കൊണ്ട് എനിക്ക് എന്താണ് പ്രശ്നങ്ങളുള്ളത്? എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നാ ഞാൻ കരുതിയത്. എനിക്കിപ്പോ വലിയൊരു നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാവരെയും അങ്ങ് സ്നേഹിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരോടും ഞാൻ ദയ കൊടുത്ത് കരുണ കൊടുത്ത് അങ്ങനെയൊന്നും ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് ഇതിൽ നിന്ന് വിട്ടു നിന്നെങ്കിൽ തന്നെ, ഈ മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിന്നെങ്കിൽ തന്നെ ഞാനൊരു നല്ല മനുഷ്യനായിട്ട് ഞാൻ മാറും. മറ്റുള്ളവർക്കൊക്കെ വേണ്ടപ്പെട്ടവനാകും. മറ്റുള്ളവർ എനിക്ക് വേണ്ടപ്പെട്ടവനാകും. എനിക്ക് എൻ്റെ കുടുംബത്തിൽ വലിയ അംഗീകാരം പരിഗണനയും ഒക്കെ കിട്ടും. എനിക്ക് സമൂഹത്തിലെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടാകും. പിന്നിപ്പം ഞാൻ എന്തിനാണ് മറ്റൊരു രോഗാവസ്ഥയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ആത്മീയതയിലൊക്കെ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? പിന്നെയാണ് മനസ്സിലാകുന്നത്, കാരണം ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ, മാനസികമായിട്ടുള്ള രോഗാവസ്ഥ, ആത്മീയമായിട്ടുള്ള രോഗാവസ്ഥ, ഇനി ആത്മീയമായിട്ടുള്ള രോഗാവസ്ഥയിലും മാനസികമായിട്ടുള്ള രോഗാവസ്ഥയിൽ നിന്നും ഉടലെടുക്കുന്ന വൈകാരികമായിട്ടുള്ള തകരാറുകൾ, ഈ 4 തലത്തിലും ഒരു വ്യക്തി സുബോധാവസ്ഥയിലെ പുരോഗതിയിലേക്ക് എത്തുന്നതാണ്, അല്ലെങ്കിൽ ഒരു ശരിയായ ഒരു രീതിയിലേക്ക് അതിൻ്റെ പുരോഗതിയിലേക്ക് എത്തുന്നതാണ് സുബോധാവസ്ഥ എന്നുള്ളത്. ഇതിലേതെങ്കിലും ഒന്നിന് ഒരു കോട്ടം സംഭവിച്ചാൽ, ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ, അഥവാ ശാരീരികമായിട്ടുള്ള പുരോഗതിക്ക്, ശാരീരികമായിട്ടുള്ള ആ ഒരു പുരോഗതിക്ക് കോട്ടം വന്നാൽ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പുരോഗതിക്ക് കോട്ടം വന്നാൽ, ആത്മീയമായിട്ടുള്ള രോഗാവസ്ഥക്ക് കോട്ടം വന്നാൽ, വൈകാരിക തലങ്ങളിൽ വിള്ളലുകൾ സംഭവിച്ചാൽ, ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു മദ്യാസക്തന് സംഭവിക്കുകയാണെങ്കിൽ അയാളുടെ സുബോധാവസ്ഥക്ക് കോട്ടം സംഭവിക്കും. ചിലപ്പോൾ കുടിക്കുന്നില്ല എന്നേ ഉണ്ടായിരിക്കൂ, പകരം അയാൾ അസ്വസ്ഥനായിരിക്കും. അയാളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. അസ്വസ്ഥനും മനസ്സമാധാനം നഷ്ടപ്പെട്ടവനുമായിട്ടുള്ള ഒരു വ്യക്തിയാകുന്നതോടുകൂടി അയാളുടെ എല്ലാ സുബോധാവസ്ഥയും തകർന്ന് തരിപ്പണമാകും. ഒരു പക്ഷേ അത് നീണ്ടുപോയാൽ അയാൾ ഒരു സ്ലിപ്പിലേക്ക് അല്ലെങ്കിൽ റിലാപ്സിലേക്കൊക്കെ കടന്നേക്കാം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ സ്വയം അത് സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സംഭവിച്ചത് നമ്മൾ നേരിൽ കണ്ടിരിക്കാം. അപ്പൊ ഈ രീതിയിലൊക്കെ, ഈ രോഗാവസ്ഥയിലൊക്കെ ഒരു പുരോഗതി, ശരിയായിട്ടുള്ള ഒരു പുരോഗതിയിലേക്കൊരു മദ്യാസക്തൻ എത്തുകയാണെങ്കിൽ അവിടെ ഒരു ആന്തരിക സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ആത്മീയ രോഗാവസ്ഥയിലേക്ക് തന്നെ നമ്മൾ കിടക്കുകയാണെങ്കിൽ, എന്താണ് ആത്മീയ പാപ്പരത്വം അല്ലെങ്കിൽ ആത്മീയ രോഗാവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന്, എനിക്കറിയാവുന്ന ഒരു രീതിയിൽ നമുക്കൊന്ന് സംസാരിച്ചു പോകാം. നമുക്ക് ജന്മനാൽ തന്നെ അല്ലെങ്കിൽ സൃഷ്ടിപരമായിട്ട് നമുക്ക് ചില ക്വാളിറ്റികൾ ഉണ്ട്, തന്നിട്ടുണ്ട്. അത് ഒന്ന് നന്മ എന്നുള്ളതാണ്. ഒരു നന്മയുണ്ടാവുക, എല്ലാ കാര്യത്തിലും എല്ലാവരോടുമൊക്കെ ഒരു നന്മ, നല്ല കാര്യം നടക്കണം, നല്ലത് സംഭവിക്കണം, മറ്റുള്ളവർക്ക് നല്ലത് വരണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു നന്മ നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളത് അതിൽപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് ദയ, അഥവാ നമുക്ക് മറ്റ് മനുഷ്യരോടും മൃഗങ്ങളോടും ചെടികളോടും ഒക്കെ ഒരു ദയ ഉണ്ടായിരിക്കണം. മറ്റൊന്ന് കരുണയാണ്. ഇത് ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് സമയമില്ലാത്തത് കൊണ്ട്. മറ്റൊന്ന് കരുണയാണ്, പിന്നെ സ്നേഹമാണ്, പിന്നുള്ളത് സഹാനുഭൂതിയാണ്, പരോപകാരം, ധൈര്യം, ഇച്ഛാശക്തി, കടമ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കടമ, ഒരു മാന്യത. ഇതൊക്കെ
ഒരു ആത്മീയതയിൽ പെടുന്ന കാര്യങ്ങളാ, ഒരു ക്വാളിറ്റികൾ. ഇത് ഏതൊരു വ്യക്തിക്കും സൃഷ്ടിപരമായിട്ട് അവനക്ക് ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാ തരുന്നത്? എനിക്ക് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. ഈ ദയ ഉണ്ടായിരിക്കണം, കരുണ ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം, സഹാനുഭൂതി ഉണ്ടായിരിക്കണം, പരോപകാരം, മറ്റുള്ളവര് പിന്നെ സഹായിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരിക്കണം. എനിക്ക് ജീവിക്കാൻ ഇതൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നത്, കുടിച്ചുകൊണ്ടിരുന്നപ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ പറഞ്ഞിരുന്നത്, എനിക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാം. ഇതാ ഞാൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ക്വാളിറ്റികളൊക്കെ സൃഷ്ടിപരമായിട്ട് തന്നെ നമുക്ക് തന്നിരുന്നത് നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാരണവശാലും ജീവിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. അയാൾക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ടാവും, മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ടാവും, മറ്റുള്ളവരോട് ദയ കാണിക്കേണ്ടതായിട്ടുണ്ടാകും, മറ്റുള്ള കടമകൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ടാകും, മാന്യത വെച്ച് പുലർത്തേണ്ടതായിട്ടുണ്ട്, സത്യസന്ധത വെച്ച് പുലർത്തുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾക്ക് സുതാര്യത ഉണ്ടാവുകയും അവർ നമ്മളോട് ഇത്തരം ക്വാളിറ്റികൾ തിരിച്ചു കാണിക്കാൻ, അഥവാ നമ്മളോട് ദയ കാണിക്കാൻ, നമ്മളോട് കരുണ കാണിക്കാൻ, നമ്മെ സ്നേഹിക്കാൻ, നമുക്ക് സഹായങ്ങൾ ചെയ്തു തരാൻ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരണമെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലേ എനിക്ക് ഇത് കിട്ടൂ. ഇത് കിട്ടാത്തിടത്തോളം കാലം എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്, ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് ഒരുത്തൻ്റെ സഹായം ആവശ്യമില്ല എന്നാ പറഞ്ഞത്. അപ്പോ ഈ സഹായം ആവശ്യമില്ല എന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ഞാൻ എന്തിന്റെ സഹായമാണ് അവിടെ തേടിയത്? ഞാൻ ഈ ഒരു രാസപദാർത്ഥത്തിന്റെ സഹായമാണ് തേടിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതിലെ ഒരു പരിഹാസം. ഞാൻ ഇപ്പം അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒരാളുടെയും സഹായം ആവശ്യമില്ല എന്നും ഈ ലോകം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതും ഈ പിന്നെ ക്വാളിറ്റികൾ, ഈ സ്പിരിച്വൽ ക്വാളിറ്റികളൊക്കെ നമുക്ക് തന്നിരിക്കുന്നതും ലോകവും സമൂഹവുമായിട്ടുള്ള ബന്ധം ഊഷ്മളതയോടുകൂടി നിലനിർത്താനാണ്. അഥവാ നല്ല രീതിയിൽ മറ്റ് വ്യക്തികളുമായിട്ടുള്ള ബന്ധം നിലനിർത്താനും ഈ ലോകത്തിന്റെ ചലനം, അഥവാ ഈ ലോകം എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ചാണല്ലോ ഞാൻ പോകുന്നത്. അപ്പൊ അതിനനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും ഞാൻ ഈ സ്പിരിച്വൽ ക്വാളിറ്റികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എന്നിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞത് എന്താ? എനിക്ക് ഒരുത്തൻ്റെ സഹായം ആവശ്യമില്ല, എനിക്ക് എന്നെ ഒരുത്തനും സഹായിക്കേണ്ടത് ആവശ്യമില്ല, എനിക്ക് അറിയാം ജീവിക്കാൻ. എന്നിട്ട് ഞാൻ ചെയ്തതോ, ഈ ഒരു രാസപദാർത്ഥം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. എന്തുകൊണ്ടാണത്? ആ രാസപദാർത്ഥം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തിയതിൻ്റെ ആവശ്യം എന്താ? എന്താണ് അതിൻ്റെ കാരണം? ഞാൻ ദയയില്ലാത്ത വ്യക്തിയായിരുന്നു, ഞാൻ കരുണയില്ലാത്ത വ്യക്തിയായിരുന്നു, ഞാൻ മറ്റൊരാളെ സഹായിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തി ആയിരുന്നു. എൻ്റെ മദ്യപാന കാലഘട്ടത്തിൻ്റെ, നമ്മളെയൊക്കെ മദ്യപാന കാലഘട്ടത്തിൻ്റെ മുമ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ശൈശവം മുതൽ നമ്മൾ വളരെ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ നമ്മൾ വളരെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ കൈയും മെയ്യും ശരീരവും സാമ്പത്തികവും ഒക്കെ മറന്നിട്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ചിലരുടെ സങ്കടം കാണുമ്പോൾ നമുക്ക് സങ്കടം വന്നിട്ടുണ്ട്, നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ചിലരുടെ രോഗാവസ്ഥ കേൾക്കുമ്പോൾ അത് കേൾക്കണ്ടില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അത്രത്തോളം നമ്മൾ തന്നെ തകർന്നു പോയിട്ടുണ്ട്. ചില അപകടങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ തകർന്നു പോയിട്ടുണ്ട്. ചില കടമകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്, നമ്മൾ സത്യസന്ധരായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ എവിടെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പറ്റിയത്?
പിന്നെ എവിടെ നിന്നാണ് നമുക്ക് ഈ ദയയോ അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ രോഗം എന്ന് പറയുന്നത്? ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണല്ലോ. അപ്പൊ എവിടെ മുതലാണ് നമുക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടത്? ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൈമോശം വന്നു പോയത്? നമ്മൾ നന്നായിട്ട് സത്യസന്ധരായി ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നുണ പറയരുത് എന്ന് നമ്മൾ കരുതിയിട്ടുണ്ട്. ആരെയും പറ്റിക്കരുത് എന്ന് നമ്മൾ കരുതിയിട്ടുണ്ട്. വിശ്വാസവഞ്ചന കാണിക്കരുത് എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അതിനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ നമുക്ക് പാളിച്ചകൾ പറ്റിപ്പോയി. എന്തൊക്കെയോ നമ്മളുടെ കൈമോശങ്ങൾ വന്നുപോയി. എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഇതൊന്നും നമുക്ക് ജനിച്ചപ്പോഴേ ഇല്ലാതിരുന്നതാണ്. ഇതൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ അങ്ങനെയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഞാനും ജനിക്കപ്പെട്ടത്. പക്ഷെ ഇതിനോടൊപ്പം എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എടുത്തു വെച്ചു. അത് സ്വാർത്ഥതയാണ്. ഞാൻ ആരെങ്കിലും ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സ്വാർത്ഥത കലർന്നിരുന്നു. ഞാൻ ആരെങ്കിലും ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സ്വാർത്ഥത കലർന്നിരുന്നു. ഞാൻ ഒരാളെ സഹായിക്കുമ്പോൾ അയാൾ എനിക്ക് ഒരു നന്ദി വാക്കെങ്കിലും പറയണം എന്നുള്ളത് എൻ്റെ ഒരാഗ്രഹമായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഒരു സഹായം ചെയ്യുന്നത് മറ്റാരെങ്കിലും കാണണം, അവരെന്നെ അഭിനന്ദിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത് തിരിച്ചു കിട്ടണം എന്നുള്ളത്, ആ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളൊരു സ്വാർത്ഥത എനിക്കുണ്ടായിരുന്നു. ഞാൻ ദയ കാണിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു നന്മ ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് എനിക്കത് ലഭിക്കണം എന്നുള്ളത് എൻ്റെ സ്വാർത്ഥതയിൽ പെട്ടതാണ്. കാരണം അത് ലഭിക്കുന്നില്ല എങ്കിൽ ഞാൻ അസ്വസ്ഥനാകും. എൻ്റെ ആന്തരിക സമാധാനം എനിക്ക് നഷ്ടപ്പെടും. ഞാൻ അത് തന്നെ എൻ്റെ ഉള്ളിലിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് അത്രയൊക്കെ സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ടും അവൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ലോ, അവൻ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ചെയ്തു തന്നില്ലോ. ഞാൻ അവനെ അത്ര സ്നേഹിച്ചിട്ട് അവനെ, അല്ലെങ്കിൽ അവരെ അത്ര സ്നേഹിച്ചിട്ട് അവര് തിരിച്ച് സ്നേഹിച്ചല്ലോ എന്നെ. ഞാൻ അവനെ എത്ര പരിഗണിച്ചതാണ്, എന്നിട്ട് എന്നെ അവര് പരിഗണിച്ചില്ലല്ലോ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിന്റെ ആ പഴയ ഏടുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതൊക്കെ ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ. അപ്പൊ ഈ സ്വാർത്ഥത മൂലം ഞാൻ ഇതൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ എനിക്ക് കിട്ടാതെയാകുമ്പോൾ അവിടെ മറ്റൊന്നുകൂടി ഉടലെടുക്കുന്നു. നീരസം എന്ന് പറയുന്ന സംഗതി അവരോട് എനിക്ക് ഉടലെടുക്കുന്നു. അപ്പൊ അഹങ്കാരവും സ്വാർത്ഥതയും നീരസവുമാണ് ഒരു മനുഷ്യനെ ആത്മീയ രോഗത്തിലേക്ക് കൂപ്പുകുത്തിക്കുന്നത്. ഇതൊന്നും എനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഈ നന്മ മറ്റുള്ളവർക്ക് ചെയ്യുന്നതെങ്കിൽ, മറ്റുള്ളവർക്ക് സ്നേഹം ഞാൻ കൊടുക്കുന്നതെങ്കിൽ, സഹാനുഭൂതി എന്നിൽ ഉണ്ടാകുന്നതെങ്കിൽ, മാന്യതയും ധൈര്യവും ഇച്ഛാശക്തിയും ഇതൊക്കെ എനിക്ക് മറ്റുള്ളവരെ എനിക്ക് ഇതിനെന്തെങ്കിലും ചെയ്തു തരണം എന്ന് കരുതിയിട്ടല്ല ഞാൻ മറ്റുള്ളവർക്ക് അത് യഥേഷ്ടം കൊടുക്കുന്നതെങ്കിൽ, എനിക്ക് തിരിച്ച് ലഭിച്ചിട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. എന്നാൽ ഞാൻ ഈ കാര്യത്തിലൊക്കെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ തിരിച്ചു പ്രതീക്ഷിച്ചു. അത് മദ്യപിക്കുമ്പോൾ മാത്രമല്ല, അതിനു മുമ്പേ എൻ്റെ ശൈശവ കാലഘട്ടം മുതലേ ഞാൻ ഇത്തരം ഒരു രീതിയിലാണ് ഞാൻ ജീവിച്ചു പോന്നിരുന്നത്. ഇനി ആരെങ്കിലും എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലോ, ആരെങ്കിലും എന്നോട് ദയ കാണിക്കുന്നുണ്ടെങ്കിലോ, ഇതിലൊക്കെ ഒരു സംശയം ഞാൻ വെച്ച് പുലർത്തും, ഒരു ഭയം ഞാൻ വെച്ച് പുലർത്തും. ഇത് നഷ്ടപ്പെട്ടു പോകും, ഈ കിട്ടുന്ന പരിഗണന ഇല്ലാതെയായി പോകും, ഈ കിട്ടുന്ന സ്നേഹം ഇല്ലാതെയായി പോകും, ഈ കിട്ടുന്ന ബഹുമാനം, മാന്യത ഇതൊക്കെ ഇല്ലാതെയായി പോകും.
ഇത്തരം ഒരു ഭയം ഞാൻ വെച്ച് പുലർത്തും. ഈ ഭയം വെച്ച് പുലർത്തുന്നത് ഈ സംശയം കൊണ്ടല്ലാതെയായി പോകുമോ എന്നുള്ളൊരു സംശയം മൂലമാണ്. അത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവിടെ ഞാൻ കൊടുക്കുന്ന ദയയോ കാരുണ്യോ സ്നേഹമോ ബഹുമാനമോ ഒക്കെ കുറയ്ക്കാൻ ഞാൻ താല്പര്യപ്പെടും. കാരണം എനിക്ക് കിട്ടുന്നില്ലല്ലോ, പിന്നെന്തിന് ഞാനിത് കൊടുക്കണം? അപ്പൊ എങ്ങനെ നോക്കിയാലും സ്വാർത്ഥതയുടെ ഭാഗമായിട്ടാണ് മറ്റുള്ളവർക്ക് ഞാൻ ഇത് കൊടുത്തു കൊണ്ടിരുന്നത്. ഇനി ഇത് കിട്ടാതെ ആകുമ്പോൾ വരുന്ന ഈ ആന്തരിക മനസമാധാനം നഷ്ടപ്പെടലുണ്ടല്ലോ, ഉള്ളിന്റെ ഉള്ളില് നമ്മളൊക്കെ പറയൂലേ ഒരു സമാധാനമില്ലെന്ന്, ഒരു മനസമാധാനമല്ല, ഒരു അസന്തുഷ്ടി, ഒരു സന്തോഷമല്ല, ഒരു എന്തിനോടോ ഏതിനോടൊന്നും ഇല്ലാത്തൊരു ഭയം നമ്മളെ ഇങ്ങനെ പിടികൂടിക്കൊണ്ടിരിക്കും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭയം. ഈ ഭയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾക്കുള്ള ഭയം എന്ന് പറയുന്ന ആ ഒരു വൈകാരിക തലം, എന്ത് ഭയമാണ് ഒരു മദ്യാസക്തനുള്ളത്? നമ്മൾക്ക് ഭയത്തെ വേണമെങ്കിൽ ഫോബിയകൾ എന്ന് വേണമെങ്കിൽ പറയാം. ചില ഭയങ്ങളെ, എന്തിനോടെങ്കിലുള്ള നായ്ക്കളോടുള്ള പേടി, വെള്ളത്തിനോടുള്ള പേടി, തീയിനോടുള്ള പേടി, ശബ്ദത്തിനോടുള്ള പേടി, അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള പേടികൾ, അത് കൂടുതലായി വന്നു കഴിഞ്ഞാൽ അതിന് ഫോബിയ എന്ന് പറയും. ഈ ഭയം എന്ന് പറയുന്ന ഈ വൈകാരിക തലം ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ്. ഈ ഭയം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പട്ടിയുടെ അടുത്തേക്ക് ചെല്ലാണ്ട് നിൽക്കുന്നത്, കടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, കടിക്കാതിരിക്കുന്നത്. പാമ്പിനെ ഈ ഭയം എന്ന് പറയുന്ന അവസ്ഥ ഉള്ളത് കൊണ്ടാണ് പാമ്പിന്റെ അടുത്ത് ചെല്ലാതിരിക്കുന്നതും അത് നമ്മളെ കടിക്കാതിരിക്കാൻ നോക്കുന്നതൊക്കെ. ആ ഭയമില്ലാത്തൊരു വ്യക്തി എന്ത് ചെയ്യും? ഭയമില്ലാത്തൊരു വ്യക്തി തീയിലോട്ടോ അല്ലെങ്കിൽ പാമ്പിന്റെ കടിയോ പട്ടിൻ്റെതോ ഉയരത്തിൽ നിന്ന് വീഴലോ ഇങ്ങനെയൊക്കെ സംഭവിച്ച അപകടത്തിൽപ്പെടും. അപ്പം നമുക്ക് സൃഷ്ടിപരമായിട്ട് കിട്ടിയ ഭയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ശരിയായിട്ടുള്ള പോക്കിനെ അഥവാ അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനുള്ള ഒരു ഇതായിട്ടാണ് കാണുന്നത്. ഉത്കണ്ഠ പോലും ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനെ നമുക്ക് തോന്നാം. ഉത്കണ്ഠ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ഉത്കണ്ഠയാണ് രോഗാവസ്ഥ. ഉത്കണ്ഠ എന്നുള്ളത് രോഗമല്ല. കാരണം ഉത്കണ്ഠയുള്ള ഒരു വ്യക്തിക്കാണ് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഉത്കണ്ഠയുള്ള, ഭയത്തിൽ നിന്നും കുറച്ചുകൂടി മാറിയിട്ടുള്ള ഒരു വൈകാരിക തലമാണ് ഉത്കണ്ഠ. അപ്പൊ ഈ ഉത്കണ്ഠയുള്ള ഒരു വ്യക്തിക്ക് വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു പരീക്ഷയെക്കുറിച്ച് ഉത്കണ്ഠ, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയുള്ള ഒരു വ്യക്തി, അത് നമ്മളെ ചിലപ്പോൾ ഒന്ന് അസ്വസ്ഥതപ്പെടുത്തും. നമ്മുടെ ഭക്ഷണത്തെ, നമ്മുടെ തലവേദന ഉണ്ടാകും, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും, രക്തസമ്മർദ്ദത്തെയൊക്കെ ചിലപ്പോൾ ഒന്ന് ഇതാക്കും. പക്ഷേ അത് നമുക്ക് ഫലപ്രദമായിട്ട് ആ കാര്യത്തെ കാണാൻ വേണ്ടി സാധിക്കും. നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു ശ്രമം ആ ഉത്കണ്ഠ മൂലം നമ്മളുണ്ടാവും. നല്ല രീതിയിൽ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കാര്യം ആ ഉത്കണ്ഠ മൂലം നമുക്ക് ഉണ്ടാകും. അമിതമായിട്ടുള്ള ഉത്കണ്ഠയാണ് നമ്മെ ബുദ്ധിമുട്ടിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഭയം എന്ന് പറയുന്ന അവസ്ഥ. നമ്മൾക്ക് ഈ പട്ടിയോടോ പൂച്ചയോടോ അല്ലെങ്കിൽ തീയോടോ ഉയരത്തോടോ എന്തിനോടും നമുക്ക് ഭയം തോന്നാം. എന്നാൽ അതൊരു ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള ഭയങ്ങളല്ല. ഒരു ഫോബിയകളുണ്ട്, അതൊരു ഭയത്തിൽ നിന്ന് ഭയം തന്നെയാണ്. അത് ഇരുട്ടിനെ പേടി, സാധാരണ ഒരു മനുഷ്യന് ഇരുട്ടിനെ പേടിക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു ഭയം മതി. പക്ഷെ ഇരുട്ടിനെ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് പേടിക്കും. അപ്പൊ ഇതൊന്നും ഏയിലുള്ളതല്ല കേട്ടോ, ഇത് ഞാൻ ആ ഒരു ഭയത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോ പറയുന്നതാണ്. ചില ആളുകൾക്ക് വെള്ളത്തിന് ഭയങ്കരമായിട്ടുള്ള പേടിയായിരിക്കും, വെള്ളത്തിൽ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നുമുള്ള ഒരു ഭയം ഉണ്ടാകും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ചികിത്സ ആവശ്യമുള്ള ഭയങ്ങളാണ്. എന്നാൽ ഒരു ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഭയം എന്താണ്? ശരിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് എൻ്റെ ബിഗ് ബുക്കിലും ഒക്കെ. നമ്മളിലുള്ളത് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം. നമുക്കുള്ള ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അത് സാമ്പത്തികമായിക്കൊള്ളട്ടെ, വസ്തുവകകളായിക്കൊള്ളട്ടെ, അഭിമാനപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, പദവി, സ്ഥാനം,
ഈ മറ്റുള്ളവരെ നമുക്ക് വാക്ക് വെച്ചിരുന്ന കാരണവർ സ്ഥാനം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഏത് സമയവും നമ്മളെ പിടികൂടും. അതിന്റെ ഫലമാണല്ലോ അവരെന്നോട് ചോദിച്ചില്ല, അവരെന്നോട് പറഞ്ഞില്ല, അവൻ എന്നോട് റോട്ടുമ്മൽ വെച്ചിട്ടാ കല്യാണം പറഞ്ഞത്, അതിനെ കൊണ്ട് ഞാൻ പോകുന്നില്ല. അല്ലെങ്കിൽ എന്നോടും കൂടി ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങളല്ലേ അത്. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുന്നതിന്റെ കാരണം അതാണ്. മറ്റുള്ളവർ നമുക്ക് എന്തൊക്കെയോ ഒന്ന് ഒരു പദവി വെച്ച് തരണം എന്നുള്ളൊരു ആഗ്രഹം. അത് നമ്മുടെ കയ്യിലുണ്ട് എന്നാ നമ്മൾ കരുതുന്നത്. ഇത്തരം ചില കാര്യങ്ങൾ നമുക്കുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളൊരു ഭയം ഏത് നിമിഷവും. മറ്റുള്ളവരെ എന്നെക്കുറിച്ച് എന്താ കരുതുന്നത്, അവരെന്നെ മോശമായി കരുതുന്നുണ്ടോ? അപ്പം മോശമായി കരുതുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകുന്നത് നമ്മളെന്തോ മോശമല്ലാത്ത ആളാണ് എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ്. 4 പെഗോ 5 പെഗോ അടിച്ച റോട്ടുമ്മ കയറി മുണ്ടും വലിച്ചു വാരി കുത്തിയിട്ട് 4 തെറി പറയുന്നതിൽ ഒരു കുഴപ്പവും നമുക്ക് കാണുന്നില്ല. എന്നാലോ നമുക്കെന്തോ ഒരു വലിയൊരു മാന്യത ഉണ്ട് എന്ന് നമ്മൾ നടിക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ട് എന്ന് അവകാശപ്പെടുത്തും. അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം നമുക്കുണ്ട്. ആരെങ്കിലും ഒന്ന് നമ്മെ പരിഹസിച്ചാൽ നമുക്ക് ക്ഷോഭിക്കുന്നു നമ്മൾ. എന്തിന്റെ പേരിലാണ്? മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ മാന്യത കളഞ്ഞുപോയി അവന്റെ ആ പരിഹാസം കൊണ്ട്. ഒരു ഭയത്തിന്റെ മുകളിൽ വരുന്നതാണ് ആ ക്ഷോഭം, ദേഷ്യമൊക്കെ വരുന്നത്. ഇനി എന്തെങ്കിലും കിട്ടാനുള്ളത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം. സ്നേഹം അത് കിട്ടാനുള്ളതാണ് മറ്റുള്ളവരുടെ അടുത്തുനിന്ന്, അതിനി കിട്ടാതിരിക്കുമോ എന്നുള്ള ഭയം. ബഹുമാനം മറ്റുള്ളവർ നമുക്ക് തരേണ്ടതാണ്, അത് ഇനി തരാതിരിക്കുമോ എന്നുള്ളൊരു ഭയം. പണം നമുക്ക് ലഭിക്കാനുള്ളതാണ്, അത് കിട്ടാതിരിക്കുമോ എന്നുള്ളൊരു ഭയം. മറ്റുള്ളവരുടെ സ്വത്ത് വകകൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ കുടുംബ സ്വത്തുനിന്നോ അതിൽ നിന്നോ ഇതിൽ നിന്നൊക്കെ തനിക്ക് ലഭിക്കേണ്ട വിഹിതം തരാതിരിക്കുമോ എന്നുള്ളൊരു ഭയം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതലും എനിക്ക് കുറവുമായി പോകുമോ എന്നുള്ളൊരു ഭയം. എനിക്ക് കിട്ടേണ്ടതും അച്ഛനും അമ്മയും മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കുമോ, എനിക്ക് തരാതെയാകുമോ എന്നുള്ളൊരു ഭയം. ഇത്തരം കുറേ സംഗതികൾ, ഈ ഭയം, ഇത്തരം ഭയങ്ങളാണ് നമ്മെ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് എയിൽ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനെ ഒന്ന് ചുഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ സംഭവം ശരിയാണ്. എൻ്റെ ഭയത്തിന്റെ കാരണം ഇത്തരം ഭയങ്ങളാണ്. അല്ലാതെ ഇരുട്ടിനെയോ പാമ്പ് കടിക്കുമെന്നോ ആരെങ്കിലും എന്നെ തല്ലാൻ വരുമെന്നോ ഇതൊന്നുമല്ല ഭയം. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തെരഞ്ഞു വരുമ്പോൾ എൻ്റെ ഭയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി അവരെന്നെ 4 ഇടി ഇടിക്കുമെന്നല്ല, മറ്റുള്ളവരറിഞ്ഞാൽ എന്താണ് എന്നുള്ളതാ ഭയം. കാരണം എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമോ എന്നുള്ളതാണ് ഭയം. അപ്പൊ ഇത്തരം ഒരു ഭയം ഒരു ഭാഗത്തുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഏതൊരു സ്പിരിച്വൽ ക്വാളിറ്റി എൻ്റെ ജീവിതത്തിൽ ഞാൻ നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുവോ, ആരെങ്കിലോടും ദയ കാണിക്കാനോ കരുണ കാണിക്കാനോ സഹായിക്കാനോ അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കാനോ അല്ലെങ്കിൽ സത്യസന്ധത മൂലം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ചെയ്യുന്നതിൽ ഞാൻ ഒരു സ്വാർത്ഥത ഉള്ള മനുഷ്യനായിട്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് എനിക്കത് തിരിച്ച് ലഭിക്കണം എന്നുള്ള കാര്യം. ഇനി അങ്ങനെ തിരിച്ച് ലഭിക്കാതിരിക്കുമ്പോൾ ആ ഭയം മൂലം, അത് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ഭയം മൂലം ഞാൻ എൻ്റെ മനസ്സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നു. ഈ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മദ്യപാനത്തിലേക്ക് ഞാൻ എത്തുന്നു. അപ്പൊ ആരുടെയും സഹായം വേണ്ട, ആവശ്യമില്ല എന്ന് പറയുന്ന ഞാൻ അവസാനം ആ ഒരു രാസപദാർത്ഥത്തിന്റെ സഹായത്തിലേക്ക്, ആ രാസപദാർത്ഥത്തിന്റെ അടിമത്തത്തിലേക്ക് ഞാൻ എത്തുന്നു. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ എനിക്ക് കുറച്ചെങ്കിലുമുള്ള മറ്റുള്ളവർക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന അഥവാ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന ഈ സ്പിരിച്വൽ ക്വാളിറ്റികൾ, ദയ, കരുണ അല്ലെങ്കിൽ അത്തരം സ്നേഹം, ബഹുമാനം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എനിക്ക് അശേഷം നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുന്നതാ, ഇനി എന്തിന് ഞാനിത് മറ്റുള്ളവർക്ക് കൊടുക്കണം? എനിക്ക് കിട്ടാത്തൊരു സാധനത്തിന് ഞാൻ എന്തിനാ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഇത്തരം ഒരു ചിന്ത
എന്നിലേക്ക് കടന്നു വരുന്നു. അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നതോ ഞാൻ വ്യക്തികളുമായിട്ട് അകലുന്നു. ഒരു വാക്ക് തർക്കം പോലും അതിനാവശ്യമില്ല. അത്തരം അകൽച്ചകൾക്ക് ഒരാൾക്കൊരു നല്ല കാര്യം വന്നു എന്നറിഞ്ഞാൽ, ഒരാൾക്കൊരു ജോലി ലഭിച്ചു എന്നറിഞ്ഞാൽ അവനോട് എനിക്ക് നീരസായി. കാരണം എനിക്ക് ലഭിക്കാത്തൊരു കാര്യം അത് അവൻക്ക് ലഭിക്കുന്നു. സ്വാർത്ഥതയാണ്. എനിക്ക് ലഭിക്കാത്തൊരു കാര്യം അവൻക്ക് ലഭിച്ചതിൽ എനിക്ക് അവനോട് നീരസം. ഒരുത്തനെ ഒരു ലോട്ടറി അടിച്ചെന്ന് അറിഞ്ഞാൽ മതി, എനിക്ക് അവനോട് നീരസം തോന്നും. നമുക്കൊന്നുമില്ലാത്ത കാര്യം അവനക്ക് കിട്ടി. ദൈവം നമ്മയൊന്നും നോക്കുന്നില്ല, എന്നിട്ട് അവനക്കാ കിട്ടിയത്. ഒരു കാരണവും ഇല്ലാതെ ഒരു നീരസം അവനോട് എനിക്ക് തോന്നിത്തുടങ്ങുക. രണ്ടാളുകൾ തമ്മിൽ നല്ല രീതിയിൽ സംസാരിച്ച് നടന്നു കഴിഞ്ഞാൽ എനിക്ക് അവരെ രണ്ടാളെയും തെറ്റിക്കണം. എന്തുകൊണ്ടാണത്? രണ്ടാളുകൾ തമ്മിൽ നല്ല രീതിയിൽ നടക്കുന്നത്, അവിടെ ഒരു നന്മയുണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. എങ്ങനെയാണ് ആ ഇഷ്ടക്കേട് ഉണ്ടായി വരുന്നത്? അത് മറ്റുള്ളവർക്ക് ഞാൻ നന്മ ചെയ്തു കൊടുത്തപ്പം അവരെനിക്ക് തരുന്നില്ല എന്നുള്ള ആ സ്വാർത്ഥത മൂലമാണ്. അങ്ങനപ്പം എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവന് കിട്ടണ്ട. എൻ്റെ വീട്ടിലില്ലാത്ത സ്വസ്ഥതയും സമാധാനവും മറ്റു വീടുകളിൽ കിട്ടണ്ട. എനിക്കില്ലാത്ത സ്വസ്ഥതയും സമാധാനവും മറ്റുള്ളവർക്ക് ലഭിക്കണ്ട. എൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുന്നത് ആരാണ്? മറ്റുള്ളവരാണ്. അതാണ് ഞാൻ കണ്ടെത്തിയിരുന്നത്. മറ്റുള്ളവരാണ് എൻ്റെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നത്. അവരുടെ ചില കാര്യങ്ങൾ കൊണ്ടാണ്, എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടല്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില കാഴ്ചപ്പാടുകളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ അസ്വസ്ഥതകൾ കൂടി വരുന്നു. അതിനനുസരിച്ച് എൻ്റെ മദ്യത്തിൻ്റെ ഉപയോഗം കൂടി വരും. അതിനനുസരിച്ച് എൻ്റെ ആത്മീയ രോഗം കൂടുതൽ പാപ്പരത്വത്തിലേക്ക് നീങ്ങുന്നു, കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ആൽക്കഹോളിക്സ് അനോണിമസിലോട്ട് ഞാൻ എത്തുന്നു. ഓരോ ദിവസത്തെ മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പരിശീലനത്തിലൂടെ ഞാൻ മദ്യരഹിത ജീവിതം നയിക്കുന്നു. പതിയെ എൻ്റെ ശാരീരികമായിട്ടുള്ള ആ അസ്വസ്ഥതകൾ എന്നിൽ നിന്ന് മാറുന്നു. മറ്റൊന്ന് മാനസികമായിട്ടുള്ളൊരു വിധേയത്വമാണ്. ഈ ശാരീരികമായിട്ടുള്ള അലർജിക്ക് അല്ലെങ്കിൽ അസ്വസ്ഥതകൾക്ക് ഒരു ഡോക്ടറെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ ദിനചര്യകളിലൂടെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയോ അങ്ങനെയൊക്കെ എൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാറുന്നു. മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാറുന്നതിന് ഞാൻ പ്രോഗ്രാമിലേക്ക് കടന്നു ചെല്ലുന്നു. എൻ്റെ കഴിഞ്ഞകാല അനുഭവത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു, അത് ഷെയർ ചെയ്യുന്നു. അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ ആ കൂട്ടായ്മയിലൂടെയൊക്കെ എൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഞാനൊരു പരിധിവരെ പരിഹാരം കാണുന്നു. എന്നാൽ ഈ ആത്മീയ രോഗാവസ്ഥക്കോ, ശരീരത്തിൻ്റെ രോഗാവസ്ഥയ്ക്ക് മരുന്ന് കൊടുക്കുന്നത് പോലെ മാനസികമായിട്ടുള്ള രോഗാവസ്ഥയ്ക്ക് ഞാൻ ചികിത്സ എടുക്കുന്നത് പോലെ ഈ ആത്മീയ രോഗാവസ്ഥയ്ക്ക് ഞാൻ ഒരു ചികിത്സ ലഭ്യമാക്കേണ്ടേ? ഈ ചികിത്സ ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉണർവ് എനിക്ക് ലഭിക്കുമ്പോൾ ആത്മീയമായിട്ടുള്ള ഈ രോഗാവസ്ഥ ആദ്യത്തേതിനേക്കാൾ പാപ്പരത്തമാകാൻ സാധ്യതയേറെയാണ്. കാരണം ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഞാൻ യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവർ എന്നെ പരിഗണിക്കാത്തത്, മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കാത്തത്, മറ്റുള്ളവർ എൻ്റെ വാക്കുകൾക്ക് വില തരാത്തത്, മറ്റുള്ളവർ എന്നെ സ്നേഹിക്കാത്തത്, എന്നോട് ദയ കാണിക്കാത്തത്. കാരണം ഞാൻ കുടിയിൽ നിന്ന് വിട്ടു നിന്നപ്പോൾ ഞാൻ പലതും ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞതുപോലെയൊന്നല്ല ജീവിതം. വർണ്ണശബളമായിരിക്കും ജീവിതം. അടിച്ചു പൊളിക്കാം, കൂടുതൽ പണം കയ്യിലുണ്ടാകും, വീട്ടുകാരൊക്കെ വലിയ പരിഗണന തരും, അവരൊക്കെ എന്നെ പരിഗണിക്കും, എന്നോട് ചോദിച്ചിട്ടേ പല കാര്യങ്ങളും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഈ പ്രതീക്ഷ എന്ന് പറയുന്നതിന് കൂടിയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം.
പ്രതീക്ഷ ഒരു മനുഷ്യന് ആവശ്യമാണ്. നമ്മൾ പറയൂലേ പ്രോഗ്രാമിൽ ചെല്ലുമ്പോൾ അനുഭവങ്ങൾ, ശക്തി, പ്രതീക്ഷ. അനുഭവങ്ങൾ എന്താണ്? ഇന്നലെ കഴിഞ്ഞു പോയതാ, അത് അനുഭവിച്ചു പോയി നമ്മൾ. അതിനൊരു മാറ്റം ഇനി വരുത്താൻ സാധ്യമല്ല. നമ്മൾ ആ അനുഭവങ്ങളേൽ പറയുന്നുണ്ട്, നമ്മുടെ ശക്തി പറയുന്നുണ്ട്. ശക്തി എന്ന് പറയുന്നത് ഇപ്പം നമ്മളുള്ളതാ. സ്റ്റിൽ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ നമുക്കൊരു ശക്തിയുണ്ട്. എന്താണ് ആ ശക്തി? നമ്മൾ ഇന്ന് മദ്യപിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, നമുക്ക് ഇന്നൊരു കുടുംബമുണ്ട്. ഇതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു വെക്കും. അത് ഇന്നത്തേതാണ്. അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലത്തേതാ. ശക്തി എന്ന് പറയുന്നത് ഇന്നാണ്. പിന്നെ പറയുന്ന ഒന്നാണ് അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും എന്നുള്ളതാ. ഈ പ്രതീക്ഷ നമ്മൾ വല്ലാണ്ട് വെച്ച് പുലർത്തരുത് എന്നേ പറയുന്നുണ്ട്. അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ നമ്മൾ വെച്ച് പുലർത്തരുത്. പ്രതീക്ഷ എന്താണ്? നാളത്തേതാണ്. എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും നടക്കും. എന്നാൽ ഈ അമിത പ്രതീക്ഷ എന്താണ്? നമ്മുടെ അമിതമായിട്ടുള്ള പ്രതീക്ഷ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുടിയിൽ നിന്നൊക്കെ ഞാൻ വിട്ടു നിൽക്കുന്നുണ്ട്, കുടുംബമൊക്കെ ഭയങ്കര ഉഷാറായിട്ട് എന്നോടൊപ്പം കൂട്ടുനിൽക്കും, എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യും, എല്ലാം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും, ജോലി കിട്ടും, പൈസ കിട്ടും, പണം സമ്പാദിക്കാൻ പറ്റും. അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. എന്നാൽ ഇതിനൊരു പ്രത്യാശയാണ് വെച്ച് പുലർത്തുന്നതെങ്കിലോ അതൊരു സ്പിരിച്വൽ ക്വാളിറ്റിയാണ്. ഈ ആത്മീയതയിൽപ്പെട്ടൊരു സംഗതിയാണ് പ്രത്യാശ, പ്രതീക്ഷ എന്നൊക്കെ ഉള്ളത്. ഏറ്റവും ശരിയായിട്ടുള്ള വാക്ക് പ്രത്യാശ എന്നുള്ളത് തന്നെയായിരിക്കും മലയാളത്തിൽ. കാരണം നടക്കാനുള്ളതെങ്കിൽ നടക്കും എന്നുള്ളതാണ് പ്രത്യാശ. സംഭവിക്കാനുള്ളതാണെങ്കിൽ സംഭവിക്കും. ഇനി സംഭവിക്കാനുള്ളതല്ലെങ്കിൽ, സംഭവിച്ചിട്ടില്ലെങ്കിലും എനിക്ക് അതിൽ ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല. കാരണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതല്ല. അപ്പോ ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ അമിത പ്രതീക്ഷ വെച്ച് കൊടുക്കുന്നു കുടിയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ. എന്നാൽ അതൊന്നും തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളത് കുടിയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമ്മൾ ശരിയായിട്ട് കാണുകയാണ്. മറ്റുള്ളതൊക്കെ കുടിയുടെ ആ മദ്യത്തിന്റെ ലഹരിയിൽ നമ്മൾ കുറെ ഓർക്കാതെയും പറയാതെയും ഒക്കെ കാണാതെയും ഒക്കെ വിട്ടുപോകുന്നുണ്ട്. എന്നാൽ കുടിയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമ്മൾ ഇത് കൂടുതലായിട്ട് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ അനുഭവിക്കേണ്ടി വരുമ്പോഴോ നമ്മൾ അവിടെ കൂടുതൽ അസ്വസ്ഥനാകും. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഞാൻ കുടിയിൽ നിന്ന് വിട്ടുനിന്നത്? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ശരിയാക്കി തരാം, 2 പെഗ് അടിച്ച് വന്നിട്ട് നിങ്ങളെയൊക്കെ ഞാൻ ശരിയാക്കി തരാം. നോക്ക്, അപ്പോഴും ചിന്തയും കാര്യങ്ങളും പോകുന്ന എവിടുക്കാ? 2 പെഗ് അടിക്കുന്ന കാര്യത്തിലോട്ടാ, അല്ലാണ്ട് വിഷം കുടിക്കുന്ന കാര്യത്തിലല്ല പോണേ അല്ലേ? എന്നോട് ഒരാൾ ഷെയറിങ്ങിൽ ഇങ്ങനെ സ്വകാര്യ ഷെയറിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, ഷെരീഫെ, കള്ള് കുടിക്കുക എന്നുള്ളത് ഈ രാസപദാർത്ഥം പലപ്പോഴും വിഷം കുടിക്കേണ്ട സമയങ്ങളിലാണ് നമ്മളൊക്കെ കള്ളു കുടിച്ചു പോയത്. കാരണം വിഷം കുടിക്കാനല്ല പോയത്, കള്ളു കുടിക്കാനാ പോയത്. എന്നിട്ട് പറയും നമ്മൾ ഒന്നിൻ്റെയും അടിമയല്ല, നിങ്ങൾ ഒരാളുടെ അടിമയല്ല, നീ രാസപദാർത്ഥത്തിന് അടിമയായിട്ട്. അപ്പൊ ഇതാണ് ഞാൻ പലപ്പോഴും വീട്ടുകളിൽ ഒക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്ന. എൻ്റെ വീട്ടില് പലതും അമിതമായിട്ടുള്ള പ്രതീക്ഷ ഞാൻ വെച്ച് പുലർത്തും. അവരങ്ങനെ ചെയ്തു തരും, ഇങ്ങനെ ചെയ്തു തരും. അത് കിട്ടാതെയാകുമ്പോൾ അവരോട് എനിക്ക് നീരസം തോന്നിത്തുടങ്ങും. ഈ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിന്റെ കാരണം സ്വാർത്ഥതയാണ്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടണം എന്നുള്ളത്. ഈ സ്വാർത്ഥത എൻ്റെ ജീവിതത്തിലുള്ളിടത്തോളം കാലം ഇത്തരം സ്പിരിച്വൽ ക്വാളിറ്റികൾ എനിക്ക് കൊണ്ട് നടക്കാനോ അത് സമൂഹത്തിനും ലോകത്തിനും ആവശ്യമായ രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനോ എനിക്ക് സാധിക്കാതെ വരുന്നു. അങ്ങനെ സാധിക്കാതെ വരുന്ന സമയത്ത് ആ വ്യക്തികളും ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുകയാണ്. ഇനി അങ്ങനെ വിള്ളലുകൾ വീഴുമ്പോൾ ഞാൻ എന്താകുന്നു? ഞാൻ ഒരു ഒറ്റപ്പെടലിന് വിധേയമാകുന്നു. വീട്ടിലാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് എന്നോട് സംസാരിക്കാനോ, മറ്റുള്ളവർക്ക് എന്നോട് ചർച്ചകൾ നടത്താനോ, മറ്റുള്ളവർ എന്നെ വിശ്വസിക്കാനോ, മറ്റുള്ളവർ ഞാൻ എന്തെങ്കിലും അവർക്ക് ചെയ്യേണ്ട കടമകൾ ചെയ്തു കൊടുക്കുമെന്ന് തോന്നാനോ പറ്റാത്ത വിധത്തിൽ അവരും ഞാനും തമ്മിലുള്ള
ഒരു വിള്ളലുകൾ ഉണ്ടാകുകയാണ്. അങ്ങനെ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ അവരെന്നോട് സംസാരിക്കാതെയാകും, എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റാതെയാകും. ഫലത്തിൽ ഞാൻ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കും അവരുടെ ഭാഗത്തു നിന്ന്. ഏത് കാര്യങ്ങൾക്കും അവർ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കും. എന്ത് കാര്യങ്ങളും അവർ നടപ്പിൽ വരുത്തുന്ന രീതിയിൽ. ഇത് വീടുകളിലായിക്കൊള്ളട്ടെ, ജോലി എടുക്കുന്ന ഓഫീസിലോ ജോലി സ്ഥലത്തോ എവിടെയെങ്കിലും ആയിക്കൊള്ളട്ടെ, സുഹൃത്തുക്കളുടെ ഇടയിലായിക്കൊള്ളട്ടെ. കാരണം അവരുമായിട്ട് ചേരാൻ പറ്റാത്ത വിധത്തിൽ, അവരുടെ നിലപാടുകളോട് യോജിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ അത്തരം ഒരാളായിട്ട് മാറിപ്പോവും. അവിടെ ഒരു ഒറ്റപ്പെടൽ ഞാൻ അനുഭവിക്കും. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടാലോ ഞാൻ ഏകാന്തനായിരിക്കും. അങ്ങനെ ഏകാന്തനായിരിക്കുമ്പോൾ എനിക്ക് ചില ചിന്തകൾ കടന്നു വരും. ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? ആർക്കും വേണ്ടാത്തൊരു മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? ഒരു ശൂന്യത എന്നിൽ നിറയും. ഒരു മനസമാധാനം ഇല്ലാത്ത അവസ്ഥ വരും. പലപ്പോഴും പൊട്ടിത്തെറിയിലേക്ക് അത് അവസാനം നീങ്ങും. അതൊരു പക്ഷേ സുബോധം ഫിസിക്കലായിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. ഈ ഒറ്റപ്പെടലിന് വിധേയമാവുമ്പോഴും ഏകാന്തനായിരിക്കുമ്പോഴൊക്കെ സുബോധം നഷ്ടപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ അതൊരു ഫിസിക്കൽ ഇതിലോട്ട് പോകുമ്പോൾ നമ്മൾ ശാരീരികമായിട്ടൊരു മദ്യത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും അത് കുടിക്കുകയും ചെയ്യുന്ന അവസ്ഥ പല ആളുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എടുത്തു പറയാം. അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ പാപ്പരത്വം, ആത്മീയ പാപ്പരത്വം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ആത്മീയ രോഗം എന്നുള്ളത് ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മോചിതനാകാനുള്ള, ആ രോഗാവസ്ഥയിൽ നിന്ന് മോചിതനാകാനുള്ള ഒരു ശ്രമം നമ്മൾ ആരംഭിക്കും. അപ്പൊ അത് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യതാണ്. നമ്മൾ വെറും ഒരു കുടിയിൽ നിന്ന് വിട്ടു നിന്നാൽ പോരാ. നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ ഒരു ഉണർവ് നമ്മളിലേക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടപ്പിൽ വരുത്താനും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി, നമ്മൾ പലപ്പോഴും ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറയുന്നിടത്ത് മറ്റു ചില സഹായങ്ങൾ ആവശ്യമാണ് എന്നും, സ്വയം ബലഹീനത, എനിക്ക് ചില കഴിവില്ലായ്മ ഉണ്ട് എന്ന് അംഗീകരിക്കുകയും ചെയ്യുക. അത് ഈ രോഗാവസ്ഥ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അത് അംഗീകരിക്കുന്നത്. എനിക്ക് ചില സഹായങ്ങൾ ആവശ്യമുണ്ട്, എനിക്ക് എല്ലാ കാര്യത്തിലും നിയന്ത്രണങ്ങളില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിയന്ത്രണമുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തും. അത് നമ്മളെക്കാൾ വലിയൊരു ഉയർന്ന ശക്തിയായിരിക്കും. കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണമില്ലെങ്കിൽ ചില കാര്യങ്ങളെ നിയന്ത്രിച്ചു പോകുന്ന ഒരു ശക്തി ഉണ്ടാവുമല്ലോ. ആ ശക്തിയെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. മറ്റൊന്ന് ഒരു കീഴ്പ്പെടലാണ്, ഒരു ബലഹീനത. നമ്മൾ ഒന്നാം പടിയിൽ നമ്മൾ മദ്യത്തിന് മുന്നിൽ ഞാൻ ശക്തിഹീനനാണ് എന്ന് സമ്മതിക്കുന്നതോടുകൂടി ആ മദ്യാസക്തിക്ക് മുമ്പിലും നമ്മുടെ ശാരീരികവും മാനസികവും, ശാരീരികമായിട്ടുള്ള ഡോക്ടറെ അടുത്തുനിന്ന് പറ്റുമായിരിക്കും, മാനസികമായിട്ടും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് എനിക്ക് കഴിവില്ല, എന്നേക്കാൾ വലിയൊരു ശക്തിയുടെ സഹായമുണ്ടെങ്കിൽ അതിന് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതോട് കൂടിയിട്ടാണ് മീറ്റിങ്ങിലോട്ടും നമ്മളെക്കാൾ വലിയൊരു ശക്തിയിലേക്കും നമ്മൾ അഭയം പ്രാപിക്കുന്നത്. അപ്പൊ ഇതിനെ തിരിച്ചറിയുക തന്നെ വേണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ആ ഉയർന്ന ശക്തിയിൽ നമ്മൾ അഭയം കണ്ടെത്തുന്നു, നമ്മുടെ ബലഹീനത നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ ആ കൂട്ടായ്മയിലേക്ക് സ്ഥിരമായിട്ട് കടന്നു ചെല്ലുന്നു. ആ കൂട്ടായ്മയിലുള്ള ആളുകൾ ഏത് രീതിയിലാണ് അവരുടെ സ്പിരിച്വൽ ലൈഫ്, ആത്മീയ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിനെ സസൂക്ഷ്മം മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾ ശ്രമിക്കുന്നു. ബിഗ് ബുക്കിൽ ഒരു സ്ഥലത്ത് ആത്മീയ രോഗത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ഞങ്ങൾക്ക് വ്യക്തിപരമായ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
ഞങ്ങളുടെ വൈകാരിക സ്വഭാവങ്ങളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ ദുരിതത്തിനും വിഷാദത്തിനും ഇരയായി. ഉപജീവനം കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഉപയോഗശൂന്യത അനുഭവപ്പെട്ടു. ഞങ്ങൾ ഭയത്താൽ നിറഞ്ഞിരുന്നു. ഞങ്ങൾ അസന്തുഷ്ടരായിരുന്നു. മറ്റുള്ളവർക്ക് യഥാർത്ഥ സഹായമായി തീരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഇതാണ് നമുക്ക് സംഭവിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ആകാൻ വേണ്ടി ശ്രമിക്കും. ആ ശ്രമിക്കുമ്പോൾ നമ്മളെക്കാൾ വലിയൊരു ശക്തിയുടെ സഹായം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് പറ്റുകയുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. നമ്മളെ സുബോധവനാക്കുവാൻ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിക്ക്. എന്താണ് ആ സുബോധാവസ്ഥ? അത് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ളൊരു സുബോധാവസ്ഥ. അപ്പൊ ഈ ആത്മീയ സുബോധാവസ്ഥ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളെക്കാൾ വലിയൊരു ശക്തിയിൽ നമ്മൾ അഭയം കണ്ടെത്തണം. മൂന്നാം പടിയിൽ അത്തരം ആ ഉയർന്ന ശക്തിക്ക് നമ്മുടെ ഇച്ഛാശക്തിയെയും നമ്മുടെ ആഗ്രഹങ്ങളെയും ഒക്കെ നമ്മളങ്ങ് സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിപ്പിക്കുമ്പോൾ നമുക്ക് ഭയമില്ലാതെയാവും. ഏത് ഭയം അല്ലാതെയാകുന്നത്? നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും നമുക്ക് എന്തെങ്കിലും കിട്ടാനുള്ളത് കിട്ടാതിരിക്കുമോ എന്നുള്ള ഭയവും. കാരണം മറ്റുള്ളവർ നമുക്ക് എന്ത് തന്നിട്ടില്ലെങ്കിലും, മറ്റുള്ളവർ നമുക്ക് പരിഗണന തന്നിട്ടില്ലെങ്കിൽ, മറ്റുള്ളവർ നമുക്ക് സ്നേഹം തന്നിട്ടില്ലെങ്കിൽ, മറ്റുള്ളവർ നമുക്ക് മാന്യത തന്നിട്ടില്ലെങ്കിൽ, എന്തൊരു സംഗതിയും മറ്റുള്ളവർ നമുക്ക് തന്നിട്ടില്ലെങ്കിലും ഞാനിത് അവർക്ക് കൊടുക്കും, ഞാനിത് അവർക്ക് കൊടുക്കും എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ എത്തും. മൂന്നാം പടിയിൽ നമ്മൾ ആ ഒരു സമർപ്പണത്തിൽ ആ വലിയ ശക്തിക്ക് നമ്മൾ കീഴടങ്ങുകയും സമർപ്പിക്കുകയും നമ്മൾ ചെയ്യുന്നതോടുകൂടി നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇതെന്തെങ്കിലും ദൈവത്തിന് കൊടുത്തിട്ടാണോ, അല്ലെങ്കിൽ ആ ഉയർന്ന ശക്തിക്ക് കൊടുത്തിട്ടാണോ നമുക്ക് ഇതൊക്കെ കിട്ടിയത്? നമ്മളെ ഈ സംരക്ഷണം അല്ലേ, നമ്മളെ സംരക്ഷിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. എത്രയോ ആളുകൾ പോയില്ലേ? എത്രയോ ആളുകൾ കൊലപാതകികളായി പോയില്ലേ? എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു പോയില്ലേ? നമ്മളെ പോലെയുള്ള ആളുകൾ. നമ്മൾക്ക് ഇന്ന് അത്തരം ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മളെ ഇന്ന് പ്രോഗ്രാമിലൂടെ ഓരോ ദിവസമായിട്ട് സുബോധാവസ്ഥയിലേക്ക് എത്തിക്കുന്നില്ലേ? ഈ സുബോധാവസ്ഥ ദൈവം തരുന്നത് അല്ലേ? ഞാൻ ഉണ്ടാക്കുന്നതാണോ? എൻ്റെ ഇച്ഛാശക്തി മൂലമാണോ? ഇച്ഛാശക്തി മൂലമായിരുന്നെങ്കിൽ എന്നോ ഞാൻ ഈ പണി ചെയ്യൂലായിരുന്നു. അപ്പൊ എൻ്റെ ഇച്ഛാശക്തി അതിന് ഫലപ്രാപ്തിയിൽ എത്തിച്ചിട്ടില്ല. പകരം ഞാൻ ആ ഒരു ഹൈ പവറിലുള്ള വിശ്വാസവും സമർപ്പണവും നടത്തുമ്പോൾ ഞാൻ ഇതൊന്നും ദൈവത്തിന് കൊടുത്തിട്ടില്ലെങ്കിലും, ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിലും, ദൈവത്തിനോട് ഞാൻ വിശ്വാസം കാണിക്കുന്നില്ലെങ്കിലും ദൈവം എനിക്കിതൊക്കെ തരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ദൈവം എനിക്കിതൊക്കെ തരുന്നുണ്ട്. മറ്റുള്ളവർ എനിക്കൊന്നും തന്നിട്ടില്ലെങ്കിലും ഇതൊക്കെ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ ഉയർന്ന ശക്തി എനിക്ക് തന്ന കരുതല്, സ്നേഹം, പരിഗണന, ദയ, കരുണ, ഇതൊക്കെ ആ വലിയ ശക്തി എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ രീതിയിൽ നിൽക്കുന്നതെങ്കിൽ ഇതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിന് പകരം എനിക്ക് ഇങ്ങോട്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കണ്ട. അങ്ങനെ ആഗ്രഹിക്കാതെ ഞാൻ ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, സമൂഹത്തിൽ, ലോകത്തിൽ ഒക്കെ ഞാൻ ഇത് കൊടുത്തുകൊണ്ടിരുന്നാൽ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ചിലപ്പോൾ ഇതൊക്കെ ലഭിക്കും. അതൊരു പ്രത്യാശയാണ്. ലഭിക്കുമായിരിക്കും. ഇനി ലഭിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളത്. അപ്പൊ ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാ? ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലേക്ക് കടന്നു ചെല്ലണം. എൻ്റെ അതേ രീതിയിലുള്ള മനുഷ്യരുമായിട്ട് ഞാൻ കൂടെ ചേർന്ന് പ്രവർത്തിക്കണം. ഞാന് സേവന മേഖലകളിൽ പ്രവർത്തിക്കണം. നമ്മളോട് ഒരൊറ്റ അടിക്ക് നിങ്ങൾ കുടിയിൽ നിന്നൊക്കെ വിട്ടു നിന്ന ആൾക്കാരല്ലേ? നിങ്ങൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി പറഞ്ഞാലോ
കാരണം അതൊരു സേവനം എന്നുള്ളത് സ്പിരിച്വൽ ക്വാളിറ്റിയാണ്, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സഹായങ്ങൾ നടത്തിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ പറയുമായിരുന്നു അതിനൊന്നും സൗകര്യമില്ല. പക്ഷെ ഏല് വന്നിട്ട് നമ്മളോട് പറഞ്ഞ നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് നിങ്ങൾ സേവനം ചെയ്യുക, അവരെ സുബോധത്തിലേക്ക് എത്താൻ വേണ്ട സഹായം ചെയ്യുക. അപ്പം നമ്മൾ ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ട് അത് ഏറ്റെടുത്തു. കാരണം നമ്മളെ പോലെ ബുദ്ധിമുട്ടുന്ന ഒരാൾ അനുഭവിക്കുന്ന വേദനകൾ നമുക്ക് മനസ്സിലാകുമെന്നുള്ളതുകൊണ്ട്. അപ്പൊ അതിൽ നിന്ന് അങ്ങനെ സേവനം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആന്തരിക സമാധാനമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. ചില ആളുകൾക്ക് ചെന്നിട്ട് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും സേവനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ പോയി പണി നോക്കാൻ പറയും. ഇല്ലെങ്കിൽ അവൻ പറയും നീ നിന്റെ പണിയെടുത്തോ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ കൊണ്ടുവന്ന ആള് ചിലപ്പം 1-2 മാസം കഴിഞ്ഞ് വീണ്ടും റിലാപ്സിലോട്ട് എത്തിപ്പെടും. അപ്പം നമ്മൾ കരുതും ഇത് എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല, അല്ലെങ്കിൽ ഞാൻ സന്ദേശം കൊടുത്ത ആളെന്താ സുബോധവാനാകാത്ത, എനിക്കെന്തായാലും കഴിവില്ലേ. ഏല് കൃത്യമായിട്ട് 2ാമത്തെ പടിയിൽ പറയുന്നുണ്ട്, സുബോധാവസ്ഥ കൊടുക്കുന്നത് നിങ്ങളല്ല, സുബോധാവസ്ഥ ഉണ്ടാക്കുന്നതും നിങ്ങളല്ല. അത് തരേണ്ടത്, അതിനു ശ്രമിച്ചാൽ ദൈവമാണ് തരേണ്ടത്. അപ്പൊ എന്റെ പണി എന്താ? ഈ സേവനം ചെയ്യുക, ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അയാള് ആകാതിരിക്കുകയോ എന്നുള്ളത് അല്ല എന്റെ പ്രശ്നം. എന്റെ സുബോധാവസ്ഥയാണ് പ്രശ്നം. അതിന് വേണ്ടിയിട്ടാ. അപ്പൊ ഈ സേവനം ഞാൻ ചെയ്യുന്ന പ്രാക്ടീസിന്റെ ഭാഗം ഞാൻ മറ്റു കാര്യങ്ങളിലേക്കും ഈ സേവനത്തെ ഞാൻ എത്തിക്കണം. എങ്ങനെ? എൻ്റെ കുടുംബത്തിൽ സുബോധാവസ്ഥ ഉണ്ടാകണം. അതിനുള്ള സേവനം ഞാൻ എൻ്റെ കുടുംബത്തിൽ ചെയ്യണം. ഞാൻ ആദ്യം ചെയ്തിരുന്നതിൽ നിന്ന് ട്രാക്ക് മാറി ഞാനൊന്ന് ഓടണം. അവരെ പരിഗണിക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം, അവർക്ക് വേണ്ട കടമകൾ ഞാൻ ചെയ്യണം, അവരെ സ്നേഹിക്കണം, അവരോട് ദയ കാണിക്കണം, അവരോട് കരുണ കാണിക്കണം. അവരൊരു രോഗിയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അപ്പം പ്രോഗ്രാം എന്ന് എനിക്ക് കിട്ടിയ ആ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ആ സേവനം ഞാൻ എൻ്റെ കുടുംബത്തിൽ ചെയ്യും. തിരിച്ചറി എനിക്ക് സേവനം ചെയ്താലും ഇല്ലെങ്കിലും ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഹൃദയ മനോഭാവം ഞാൻ വെച്ച് പുലർത്തണം. ഞാൻ പ്രോഗ്രാമിൽ വന്നപ്പോൾ ദൈവത്തിന് ആ കൃതജ്ഞത, ആ ഒരു നന്ദിയുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയത് കൊണ്ടാണ് ഞാൻ സേവനത്തിലോട്ട് ഞാൻ മാറുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ചില ആളുകളോട് ഞാൻ നന്ദി കാണിക്കുന്നത്. ഞാനൊരു സ്പോൺസറെ തിരഞ്ഞെടുക്കുന്നതും ആ സ്പോൺസറുടെ കീഴിൽ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകുന്നതും എന്നേക്കാൾ വലിയൊരു ശക്തിയിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. ആ വലിയ ശക്തിയിൽ കാണാത്ത, കേൾക്കാത്ത, അനുഭവിച്ച് മാത്രം അറിയുന്ന ആ വലിയ ശക്തിയിൽ ഞാൻ വിശ്വാസം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, മറ്റു ചിലരുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഹലോ, കേൾക്കുന്നുണ്ടോ? ഇല്ല. ഹലോ, കേൾക്കുന്നു. കട്ടായി പോയിരുന്നു. മിനിറ്റ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ ആ ദൈവത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ ഞാനൊരു സ്പോൺസറുടെ, അല്ലെങ്കിൽ എന്നേക്കാൾ മുമ്പ് നടന്നുപോയ ആളുകളുടെ, എന്നേക്കാൾ സീനിയോറിറ്റി ഉള്ള ആളുകളുടെ, പടികൾ പ്രാക്ടീസ് ചെയ്ത ആളുകളുടെ, ഇനി ഇല്ലെങ്കിൽ പുരോഹിതന്മാരുടെ, ഇല്ലെങ്കിൽ മറ്റ് കൗൺസിലർമാരുടെ, അത്തരം ആളുകളുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ ചിലപ്പോൾ ഞാൻ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവര് കൃതജ്ഞതാ മനോഭാവം എന്നിലുണ്ടാവുകയും മറ്റുള്ളവർക്ക് അവര് എന്നോട് കാണിക്കുന്ന ആ ഒരു പിന്തുണയ്ക്ക്, ഇല്ലേ, അവരെന്നെ പിന്തുണച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ ആളുകൾ മരണപ്പെട്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കറിയാം, മദ്യപാനിയായിട്ടുള്ള മകന് അച്ഛനെ കൊന്നു, അല്ലെങ്കിൽ മദ്യപാനിയായിട്ടുള്ള മകനെ അച്ഛൻ കൊന്നു. ഇങ്ങനെയൊക്കെ വാർത്തകൾ നമ്മൾ സ്ഥിരം കാണുന്ന, അതിലൊന്നും പെടാണ്ട് നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ
നമ്മളോട് വളരെയേറെ അവര് ഒരു ഇത് കാണിച്ചു, സഹാനുഭൂതി അവര് നമ്മളോട് കാണിച്ചതുകൊണ്ട്. അപ്പൊ അതിനുള്ള ഒരു നന്ദി സൂചകമായിട്ട് നമ്മൾ പലതും അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിന് നമ്മൾ ആ നന്ദി കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു സ്പിരിച്വൽ ഈ ക്വാളിറ്റികൾ ശരിയായ രീതിയിൽ താറുമാറായ പാപ്പരത്തമായ ആ ഒരു അത്തരം കാര്യങ്ങൾ, ദയ, നന്മ, കടമ, കർത്തവ്യം, ധൈര്യം, സഹായ മനസ്കത, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും. എയുടെ 12 പടികൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിന് അല്ലെങ്കിൽ ആത്മീയ പുരോഗതിക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3-ാം പടിയിൽ നമ്മൾ ആ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നത് മുതൽ നമ്മൾ 4-ാം പടിയിൽ നമ്മളുടെ ഇത്തരം ആത്മീയ പാപ്പരത്വം മൂലം നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലാക്കി, നമ്മൾ പലപ്പോഴും നമ്മൾ അത് മനസ്സിലാക്കാതെ പോരുന്നത് നമ്മൾ 4-ാം പടിയിൽ മനസ്സിലാക്കി പോരുന്നു. അതിൻ്റെ ശേഷം അതിനുള്ള പരിഹാരങ്ങളും പ്രക്രിയകളും നമ്മൾ തുടങ്ങുന്നു. 10-ാം പടിയിൽ എത്തുമ്പോൾ നമ്മൾ 11-ൽ നമ്മൾ പ്രാർത്ഥന, ധ്യാനം എന്നിവ നമ്മൾ പരിശീലിക്കുന്നു. എന്തിനാണ് പ്രാർത്ഥനയും ധ്യാനവും? നമ്മളെക്കാൾ വലിയൊരു ശക്തിയോടുള്ള അപേക്ഷകളാണ്. എന്താണ് ആ അപേക്ഷകൾ? നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കണമെന്നല്ല, നിനക്ക് ആ ദൈവത്തിന്, ആ വലിയ ശക്തിക്ക് എൻ്റെ മേലെ എന്താണോ തീരുമാനങ്ങൾ അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അതിനുള്ള ശക്തി തരുവാൻ മാത്രം അപേക്ഷിക്കുന്നു എന്നുള്ളതാ. എല്ലാ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ നടപ്പിൽ വരുത്താനല്ല. അങ്ങനെ നടപ്പിൽ വരുത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ അമിത പ്രതീക്ഷകളെ വെച്ച് പുലർത്തി അത് നടപ്പിൽ വരുത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെങ്കിൽ അവിടെ നമ്മുടെ ഈ സ്പിരിച്വൽ ക്വാളിറ്റികൾ നഷ്ടപ്പെടും. കാരണം അത് നടപ്പിൽ വരുന്നില്ലെങ്കിൽ നമ്മൾ അതിന് കാരണക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ദൈവത്തിന് മുതൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അവിടെ നമ്മുടെ ഈ ക്വാളിറ്റികൾ നഷ്ടപ്പെടും. വീണ്ടും ആത്മീയ പാപ്പരത്വം ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ വലിയ ശക്തി എന്താണോ എൻ്റെ മേൽ നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അത് നടപ്പിൽ വരട്ടെ. ഇതാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ ധ്യാനവും ചില ആത്മീയ പിന്നെ ശുശ്രൂഷ രീതിയിലൊക്കെ ഈ ധ്യാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ധ്യാനം പ്രാക്ടീസ് ചെയ്യാം, അതുപോലെ തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കാരണം നമ്മുടെ സ്പീഡ് ഒന്ന് കുറയ്ക്കണം. സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആത്മീയ ക്വാളിറ്റി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം വളരെ പെട്ടെന്ന് എല്ലാം കിട്ടണം എന്നുള്ളതാണ്. ഞാൻ ചെയ്തതിൻ്റെ പിന്നെ എനിക്ക് ലഭിക്കേണ്ടത് വളരെ പെട്ടെന്ന് എനിക്ക് ലഭിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ അതാണ്, എന്തിനും വളരെ പെട്ടെന്നാണ്. അപ്പൊ ഈ സ്പീഡ് ഒന്ന് കുറയണം. നമുക്ക് എന്താണോ ലഭിക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കൊടുക്കുന്നത് പോലെയൊന്നും മറ്റുള്ളവർ നമുക്ക് തരില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്പീഡ് കുറഞ്ഞെങ്കിലേ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ധ്യാനം പ്രാക്ടീസ് ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റു രീതികളൊക്കെ, മതങ്ങളിലുള്ള രീതികൾ ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ എക്സസൈസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. വ്യായാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. കൂടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പടികളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഇത്തരം ആത്മീയ ക്വാളിറ്റികളെ നമുക്ക് ഒന്ന് പുരോഗതിയിലേക്ക് എത്തിക്കാനും അതിൽ ആനന്ദം കണ്ടെത്താനും നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും നമുക്ക് ശ്രമിക്കും. നമ്മുടെ ജീവിതം മുഴുവനായിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവരുടെ സന്തോഷവും കൂടി നമ്മുടെ ജീവിതത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം, സുഹൃത്തുക്കളുടെ സന്തോഷമൊക്കെ ഇത് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കിത് കൊടുക്കാതിരിക്കാൻ നമുക്കത് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം നമ്മൾ ഈ കൊടുക്കുന്നതിൽ സ്വാർത്ഥത നിറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്വാർത്ഥതയും നീരസവും അഹങ്കാരവും
നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നതോടുകൂടി നമുക്ക് വ്യക്തികളുമായിട്ടും സമൂഹവുമായിട്ടും ശരിയായിട്ടുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാനും അവരുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഊഷ്മളത നിലനിർത്താനും സാധിക്കും. തൽഫലമായിട്ട് നമുക്ക് എന്തെങ്കിലും അതിൻ്റെ കിട്ടുകയാണെങ്കിൽ, തിരിച്ചു കിട്ടുകയാണെങ്കിൽ അതിനെ ഉപയോഗിച്ച് സന്തോഷത്തിനും മനസ്സമാധാനത്തിലും നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കും. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ വേണ്ടി സാധിക്കും. എല്ലാം പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല, അതിൽ നെഗറ്റീവും ഉണ്ടാകും. ആ നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവിന്റെ വില അറിയാൻ പറ്റൂ. ചീത്ത എന്തെങ്കിലും ഒന്നുള്ളിടത്താണ് നല്ലതിന്റെ വില കൂടുതലായിട്ട് നമുക്കറിയാലോ. നമുക്കൊരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ചു നേരം ആ ബാഡ് സ്മെല്ല് നമ്മൾ ഫീൽ ചെയ്യുന്നു, അനുഭവിക്കുന്നു. നമ്മൾ അവിടെ പോയിട്ട് ഒരു റൂം സ്പ്രേ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം, സ്പ്രേ പോലത്തെ നല്ലൊരു സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ ആ സ്പ്രേയുടെ സ്മെല്ല് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും. അതേസമയം അവിടെ ആ ബാഡ് സ്മെല്ല് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അത്രത്തോളം ആ സ്പ്രേയുടെ മണം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ അതുപോലെയാണ് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സുഖത്തിലായിരിക്കില്ല നടക്കുന്നത്. ചിലപ്പോൾ ചില ദുഃഖങ്ങൾ നടക്കും. അതിൽ നമ്മൾ അസ്വസ്ഥരാകാതെ, നമ്മുടെ ജീവിതം എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കാതെ, നമ്മൾ ആരൊക്കെയോ കഷ്ടപ്പെടുത്തി എന്ന് പറയാതെ, നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും, അതും നല്ലതിനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ കാലം ജീവിതം തന്ന്, ഇത്രക്ക് കാലം നമ്മളെ സംരക്ഷിച്ചു പോകുന്ന നമ്മളെക്കാൾ വലിയൊരു ശക്തിയിലെ നമുക്ക് നന്ദി അറിയിക്കാനും, ആ ഒരു നന്ദി നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നമുക്ക് കൊടുക്കാനും, നമുക്ക് നമ്മെ തന്നെ ഇഷ്ടപ്പെടാനും, നമ്മളെ ഇഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരു വിനയത്തോടു കൂടിയും സത്യസന്ധതയോടു കൂടിയും, അത് നമ്മളെ ഇഷ്ടപ്പെടണ്ടേ. നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ലേ, ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിലാണ് ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകുക. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് സത്യസന്ധനായിരിക്കണത് എന്ന് എനിക്ക് തോന്നുക. ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നും മറ്റുള്ളവരെ ദയ കാണിക്കണമെന്നും മറ്റുള്ളവർക്ക് സഹായം ചെയ്യണമെന്നൊക്കെ ഞാൻ കരുതുന്നത് ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെട്ടപ്പോഴാ. ഞാൻ എന്നെ ഇഷ്ടപ്പെടാതിരുന്ന കുടിക്കുന്ന ആ കാലഘട്ടത്ത് എനിക്കൊന്നും ലഭിക്കുന്നില്ല, ഞാൻ ഇത്ര പാപ്പരനാണ്, ഞാൻ ഇത്ര വൃത്തികെട്ടവനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ജീവിച്ചപ്പോൾ മറ്റുള്ളവരും അങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. ഇനി അവരങ്ങനെ അല്ലായിരുന്നെങ്കിൽ അവരെയൊക്കെ അങ്ങനെ ആക്കണം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാലും ഇന്ന് അത്തരം ഒരു മനോഭാവത്തിൽ നിന്ന് ഞാൻ മാറിയിരിക്കുന്നു. ഒരു ആത്മീയ പുരോഗതി എൻ്റെ ജീവിതത്തിൽ ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്നല്ല, വളരെ സാവധാനം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഏതായാലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതികളിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ആത്മീയ രോഗത്തിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാനും പുരോഗതിയിലേക്ക് എത്താനും നമുക്ക് സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. പടികൾ പ്രാക്ടീസ് ചെയ്യാനും ഒരു സ്പോൺസറുടെ മാർഗനിർദ്ദേശങ്ങൾക്കും അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കും കാതോർത്തുകൊണ്ട് അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്താനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷരീഫ് ഖാ. താങ്ക് യു ഞങ്ങളോടൊപ്പം ഇത്രയും സമയം